ഹായ് ഇൻഫിനിറ്റി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്ക് എന്തായാലും ലൈവ് വരണം. കാരണം മാർക്കറ്റ് അപ്ഡേറ്റ്സുകൾ നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാമല്ലോ. ഇൻസ്റ്റഗ്രാമിലും സജീവമാകുന്ന നിലയിലാണ്. അപ്പോൾ എല്ലാവരും വരട്ടെ, അതിന് നമുക്ക് സംസാരിച്ചു തുടങ്ങും. വാസറിക്സിന് ഓണാവുമെന്ന് വെച്ചാൽ അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ കുറച്ചൊരു ബാഡാണ്. കറക്റ്റ് രീതിയിൽ ഒരു അപ്ഡേറ്റ് ചെയ്യുന്നില്ല. അതൊരു പ്രശ്നമാണ് വാസറിക്സിനെ സംബന്ധിച്ചിടത്തോളം. മുഹമ്മദ് ഫാവ് ഹായ്. അപ്പം നമുക്ക് എല്ലാവർക്കും കൺസേൺ ഉണ്ടാവും. ഞാൻ ഇന്ന് ടെലിഗ്രാം ഗ്രൂപ്പിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഇറാൻ വാറിനെ കുറിച്ചുള്ള ഇങ്ങനെ കൺസേൺ നമ്മുടെ ഉള്ളിലുണ്ട്. എന്താണ് അത് കണ്ടിന്യൂസ് ആയി പോയ മാർക്കറ്റ്? കുറേ ആൾക്കാർ എന്നോട് ചോദിക്കുന്നു പറഞ്ഞാൽ ഇതിന് BTCനെ ഫുള്ളായിട്ട് ഡൗൺ ആക്കോ, ബിയർ മാർക്കറ്റിലേക്ക് പോകുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കറന്റ് സിറ്റുവേഷനിൽ ശരിക്കും വാർ ഒരു കൺസേൺ തന്നെയാണ്. പക്ഷെ കറന്റ് സിറ്റുവേഷനിൽ ഈ വാർ ഒരു വേൾഡ് വാർ 3 പോകുന്ന രീതിയിലേക്ക് എത്തിയിട്ടില്ല. കാരണം ഒരു ചർച്ച നടക്കുന്നുണ്ട്, പക്ഷെ പ്രശ്നങ്ങളായിട്ട് തന്നെ ഉണ്ട്. പക്ഷെ ഒരു ബിറ്റ്കോയിന് ഒരു ബാഡിലേക്ക് പോകുന്ന രീതിയിലേക്ക് ഇതുവരെ ഒന്നും വന്നിട്ടില്ല. അത്രത്തോളം ഡൗണിലേക്ക് പോകുന്ന സെറ്റപ്പിലേക്ക് ഉണ്ടാവില്ല. അത് പേടിക്കാനേ ഇല്ല. കെവിൻ ചോദിക്കുന്ന ബിറ്റ്കോയിൻ എന്താ ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ഈ വാർ ന്യൂസുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഇറാൻ ഇസ്രായേൽ ന്യൂസുകളൊക്കെ മാറ്റി നിർത്തിയാൽ ടെക്നിക്കലി ബിറ്റ്കോയിൻ ഇപ്പോൾ പെർഫെക്റ്റ്ലി ഉള്ളത്. അതായത് അതിൻ്റെ 104 സപ്പോർട്ട് പിടിച്ച് വെക്കുന്നുണ്ട്. ഈ പറയുന്ന അപ് ട്രെൻഡ് ലെവൽ 2 നിൽക്കുന്നുണ്ട്. ഈ ബുൾ മാർക്കറ്റിൻ്റെ ഒരു പീക്കിന് മുമ്പുള്ള ഒരു പീരീഡിലാണ് ഉള്ളത്. ടെക്നിക്കലി ഓക്കെയാണ്. പക്ഷെ എപ്പോഴും ഇത്തരം വാർ ന്യൂസുകൾ, ഇത്തരം കൺസേണുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഇത് ബിറ്റ്കോയിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഈ വാറ് മാറുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോക്സിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഒന്നും നമുക്ക് പ്രതീക്ഷയിൽ നിൽക്കാൻ പറ്റില്ല. കാരണം എല്ലാം എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ വേൾഡിലെ എൻ്റെയർ എക്കോണമിനെ ഇത് ബാധിക്കും, എൻ്റെയർ സ്റ്റോക്സിനെ ഇത് ബാധിക്കും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ബിറ്റ്കോയിന് മാത്രം ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ്. എൻ്റെയർ സ്റ്റോക്സിനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ബേജാറാവേണ്ട ആവശ്യമില്ല. ഓരോ ചോദ്യങ്ങൾ വെച്ച് നോക്കാം. നമ്മുടെ ആൾട്ട് സീസൺ എന്നുള്ളതുണ്ട്. ശരിക്കും ആൾട്ട് സീസൺ വരുന്നത്ര അത് നിങ്ങളുടെ മനസ്സിലിങ്ങനെ പോകണം. ആൾട്ട് സീസണിൻ്റെ സിറ്റുവേഷൻ അത്രയും BTC ഡോമിനൻസ് നല്ലോണം കുറയണം. ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല. ഹർഷാദ് പറയുന്ന പോലെ 10x ഇപ്പോഴും നമ്മൾ ഹോൾഡിംഗ് ആണ്. ഞാൻ സെല്ലിങ് സമയം പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് പോകുമ്പം സെല്ലിങ് എപ്പോഴാണെന്ന് പറഞ്ഞാൽ, ഇനി വരുന്ന അപ് ട്രെൻഡിൽ ഈ ഡോമിനൻസ് ഡൗൺ ആകുമ്പോൾ ആൾട്ടിനൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു 70% സെല്ലിങ് ഉണ്ടാവും. ഇനി ഒരു ഡിപ്പിന് വേണ്ടി പ്രിപ്പയർഡ് ആണെന്ന് ചോദിച്ചാൽ, എനിക്ക് 97K എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നേരത്തെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആ ഏരിയയിലേക്ക് വരേണ്ടതാണ്. മേ ബി അതിനൊരു ചാൻസ് ഉണ്ട്. കാരണം 104 സപ്പോർട്ട് പക്ഷേ സ്റ്റിൽ സ്ട്രോങ് ആണ്. ആൾട്ട് സീസൺ ഇനിയും ലേറ്റ് ആവുമെന്ന് വെച്ചാൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഈ ബുൾ മാർക്കറ്റിൻ്റെ പീക്ക് എന്ന് പറയുന്നത് ഒക്ടോബറോ നവംബറോ ആയിരിക്കും. അപ്പോൾ അതിനോടനുബന്ധിച്ച സമയത്തായിരിക്കും പെർഫെക്റ്റ് ആൾട്ട് സീസൺ ഉണ്ടാവുക. മാനിപ്പുലേഷൻ ആണോ എന്ന് ചോദിച്ചാൽ, ഇപ്പം നിങ്ങൾ ചിന്തിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന ട്രേഡ് വാർ അത് 72 BTCനെ കൊണ്ടുവന്നില്ലേ? ഇപ്പോൾ BTCയിൽ 105. അതിൻ്റെ അത്ര മാനിപ്പുലേഷൻ നമ്മൾ ഏതായാലും ആ ലെവലിൽ തന്നെ പ്രതീക്ഷിച്ചാൽ മതി. ആ ഒരു രീതി ഇതിങ്ങനെ കൺസേൺ ആയിട്ടുണ്ട്. ഇപ്പോൾ BTCനെ മാത്രമേ ചിന്തിക്കുന്നുണ്ട്. എൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് റിസ്ക്കിലാണ് ഉള്ളത് ഈ പറയുന്ന വാറിൻ്റെ റിലേറ്റഡ് ആകുമ്പോൾ. അപ്പോൾ അത് എൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് എല്ലാം സെൽ ഓഫ് ചെയ്യുന്ന രീതിയിൽ, എല്ലാ സ്റ്റോക്കും സെൽ ഓഫ് ചെയ്യുന്ന രീതിയിലാണ് സിറ്റുവേഷൻ ഉള്ളത്. അല്ല, അത്ര കൺസേൺ ആവേണ്ടതില്ല. പോൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പോൾക്ക ഡോട്ടാണോ അല്ല ഏതാണ് കോയിനെ ഉദ്ദേശിക്കുന്നത് പറയണേ. കാർഡോണ ഹോൾഡ് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ട്രംപ് അന്ന് മെൻഷൻ ചെയ്ത കോയിനിൽ കാർഡോണ ഉണ്ട്. അപ്പം ഈ പറയുന്ന ഒരു സീസൺ അനുസരിച്ച് എന്തായാലും കയറേണ്ടതാണ്. ഒണ്ടോ കോയിൻ വിവേക്, അതിനൊരു പൊട്ടൻഷ്യൽ ഉണ്ട് കേട്ടോ. അത് ഇങ്ങനെ കുറേ ഞാൻ കേൾക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പൊട്ടൻഷ്യലിനെ കുറിച്ചിട്ട് അതിൻ്റെ കുറേ ഈ പറയുന്ന ക്രിപ്റ്റോ, ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെ ഇപ്പോൾ നമ്മുടെ വീച്ചയും വെച്ചിട്ട് ചൈനയിൽ കുറേ പരിപാടി നടക്കുന്നുണ്ട്. XRP വെച്ചിട്ട് കുറച്ച് പരിപാടി നടക്കുന്നുണ്ട്. അങ്ങനെ എന്തെല്ലോ അതിൻ്റെ എക്സ്റ്റേണൽ അതിൻ്റെ പൊട്ടൻഷ്യൽ കുറേ അതിൻ്റെ ബ്ലോക്ക് ചെയിൻ റിലേറ്റഡ് ആയിട്ട് കുറേ പ്രൊജക്റ്റ് ഉണ്ട് ഒണ്ടോയിൽ. 97 ഒരു ഓപ്ഷനാണ്. കിട്ടുമെന്ന് വെച്ചാൽ അത് വന്നാലും നമ്മൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ മെൻഷൻ ചെയ്തത്. വാൻഡ്രി നമ്മൾ 10x കോയിനല്ലേ, അതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ 10x തന്നെ നൽകാം.
പിന്നെയുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ ആരെയും ചോദിച്ചതെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് അനുസരിച്ച് പറയുന്നില്ല നല്ലത്. ട്യൂൺസി ഉദ്ദേശിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. XRP സുയി ഇതിന് ബേ ചെയ്യുന്നത് നല്ലതാണ്. ഫേവർ XRPയും സുയിയും പൊട്ടൻഷ്യലി അടിപൊളി കോയിനാണ്. XRPയും എനിക്ക് തോന്നി ആൾട്ട് സീസണിൽ വരുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കട്ടെ, ഇപ്പോഴും ഇത്രയും ഡിപ്പ് ഉണ്ടാകുമ്പോൾ $2 മുകളിൽ പിടിച്ചിരിക്കുന്നില്ലേ? അപ്പോൾ ഈ പറയുന്ന ആൾട്ട് സീസൺ ലെവലിൽ വരുമ്പോൾ എന്തായാലും പൊട്ടൻഷ്യൽ വരുന്ന കോയിൻ തന്നെയാണ് XRP. സുയിക്കും ആ പൊട്ടൻഷ്യൽ ഉണ്ട്. ആൽഗോ നമ്മൾ 10x ഉള്ള കോയിനാണ്. ഈ വാസി 99 ചോദിക്കുന്നു BTC ലോങ് ചെയ്യട്ടെ എന്ന്. BTCയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ ടെലഗ്രാം പബ്ലിക് ഗ്രൂപ്പിൽ ഇട്ട പോലെ തന്നെ ഒരു വെയിൽ 104 ഒരു ലോങ് ഇട്ടിട്ടുണ്ട്. 20x 97 ഇതായിട്ട്. ശരിക്കും പറഞ്ഞാൽ 104 ഇന്നിപ്പോൾ വീക്ക്ലി ക്ലോസ് 104 ലെബോയാണെങ്കിൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്. പക്ഷെ എന്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ 104 സപ്പോർട്ടിൻ്റെ അവിടെ നിന്ന് ഒരു 102 ഒരു 91 നിരന്തരം നമ്മൾ ഒരു വോളറ്റിലിറ്റി കാണണം. പക്ഷെ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് 104 കാണുന്നതുകൊണ്ട് തന്നെ ഇത്രയും ഈ പറയുന്ന ബാഡ് ന്യൂസുകൾ എയറിലുണ്ടായിട്ട് 104 നിൽക്കുന്നത് എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള സെറ്റപ്പിൽ തന്നെ. പക്ഷേ ഒരു ഫൈനൽ മാനിപ്പുലേഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം കുറേ ലോങ്സ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റില്ല. അപ്പോൾ ഒരു ഫൈനലായിട്ടൊരു മാനിപ്പുലേഷൻ ഒരു ബിലോ 100K ശ്രമം കിട്ടിയാലോ എന്ന് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ചെറിയ ലിവറേജിലാണെങ്കിൽ ടെൻഷൻ അടിക്കാണ്ട് ചെയ്യാം. വി ചെയിനും ആൽഗോവും ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതാണ് നല്ല. അതേപോലെ നിങ്ങൾ നോക്കേണ്ട പോലെ TRX ഈ പറയുന്ന ഡിപ്പിൻ്റെ ഇടയിൽ ഇത്രയും ഡിപ്പ് വന്നതിൻ്റെ ഇടയിലും TRXന് എന്ത് സംഭവിച്ചിട്ടുണ്ട്? ബാക്കിയുള്ള കോയിൻസൊക്കെ ഡിപ്പ് ചെയ്യുമ്പോഴും TRX ഡിപ്പ് ചെയ്യാണ്ട് പിടിച്ചിരിക്കുന്നുണ്ട്. കാരണം എത്ര ബാഡ് ന്യൂസ് വന്നാൽ TRX ഒരു ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് TRXൽ ഈ ഒരു ബുൾ മാർക്കറ്റിൽ അതൊന്നും നോക്കേണ്ട ഒരു കോയിനാണ്. കാരണം ഞാൻ കുറേ നിൽക്കുന്നില്ല. ഒരു 2.22 അല്ലെങ്കിൽ 2.23 ലെവലിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. വാങ്ങിയ ഹൈപ്പ് ഫുൾ ചെയ്താലോ മനസ്സിലായിട്ടില്ലല്ലേ? അപ്കമിങ് ആൾട്ട് സീസൺ നിങ്ങൾ മനസ്സിലാക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഡോമിനൻസിൻ്റെ റിജക്ഷൻ, നമുക്ക് ഈ പറയുന്ന ഈ ആൾട്ട് സീസൺ വരുമോ എന്നുള്ള ഡൗട്ട് ഉണ്ടാകുന്നത് നിങ്ങൾ ആ ഡോമിനൻസിൻ്റെ റിജക്ഷനെ കുറിച്ച് ചിന്തിക്കായിട്ട്. നമ്മളിടയ്ക്ക് BTC ഡോമിനൻസ് ഒരു 3% കുറയുമ്പോൾ ആൾട്ട് നല്ലോണം കയറുന്നുണ്ടല്ലേ? ആൾട്ട് മാർക്കറ്റ് ക്യാപ്പ് 250 ബില്യൻ്റെ അവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ട് പിടിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ആൾട്ട് കയറുമ്പോൾ 400 വരെ കയറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കയറും. പക്ഷെ ഒരു മാറ്റർ ഓഫ് ടൈം അത്രേ പ്രതീക്ഷിക്കാറ്. എന്തായാലും ഡോമിനൻസ് കുറയുമ്പോൾ കറൻ്റ്ലി എന്ന് പറയുന്ന യുദ്ധം മറ്റ് പരിപാടിയൊക്കെ വരുമ്പോൾ കുറേ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൊത്തം സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ട് ഈ ഗോൾഡിനൊക്കെ റേറ്റ് കൂടും. കുറേയും കൂടി സേഫ്റ്റി ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകും ബിറ്റ് കോയിൻ. അപ്പോൾ ഈ പറയുന്ന ആൾട്ടിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കുറയും. അപ്പോൾ ഡോമിനൻസ് കൂടും. പക്ഷെ ഒന്ന് സ്റ്റേബിളായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബിറ്റ് കോയിൻ്റെ പ്രോഫിറ്റബിൾ അടുത്തേക്ക് പോകും, ഈ ആൾട്ടിലേക്ക് പോകും. അപ്പോൾ ആൾട്ടിലേക്ക് നല്ല രീതിയിൽ മണി വരും. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. മെറ്റിങ് ലോങ് ചെയ്യുന്നത്, ഇപ്പം ലോങ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ റിസ്ക്കാണ്. കാരണം നെഗറ്റീവ് ന്യൂസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സില്ലും നമ്മൾ 10x കോയിനാണ്. അതിൻ്റെ അനാലിസിസ് ഞാൻ പ്രത്യേകം അയക്കാം വിവേക്. ഇത്തീര്യത്തിനും ഈ പറയുന്ന അത് BTCയും ഇടയ്ക്ക് നല്ലോണം സ്ട്രോങ് ആയി വരുന്നുണ്ട്. ഈ ആൾട്ട് സീസണിന് മുമ്പ് എന്തായാലും ഇത്തീരവും ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും. കാരണം ബ്ലാക്ക് റോക്ക് നിരന്തരമായിട്ട് എത്തീരം വാങ്ങുന്നുണ്ട്. കാരണം ഓർ ഒന്നും കാണാണ്ട് വാങ്ങില്ല. കാരണം ഓർ നല്ല രീതിയിൽ എത്തീരം വാങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട് എത്തീരത്തിൽ. ഇപ്പോൾ എന്തായാലും നമുക്ക് ഇനി പിന്നെ ഒരു ദിവസം കാണാം. ഓക്കെ, ഇന്ന് അത്യാവശ്യം സംസാരിച്ചില്ലേ? ബൈ.